കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനവും എല്ലാവർക്കും അറിയിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന സ്നേഹ പിതാവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഒരുമിച്ച് നമുക്ക് നൽകപ്പെടുന്ന ദൈവവചന പഠനത്തിനായുള്ള അവസരങ്ങൾക്കായി കർത്താവിന് വാഴ്വുകളും അർപ്പിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളായിരുന്നു ധ്യാനിച്ചു കൊണ്ടിരുന്നത്. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ വചനം നാം കണ്ടു. 3 പ്രത്യേക വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നമ്മെ പരിചയപ്പെടുത്തുന്നത്. അതിൽ പ്രധാനിയാണ് മഹാസർപ്പം എന്ന പിശാച്. രണ്ടാമൻ സമുദ്രത്തിൽ നിന്നും കയറി വരുന്ന മൃഗം ആയ എതിർ ക്രിസ്തു. മൂന്നാമൻ കരയിൽ നിന്ന് കയറുന്ന കള്ളപ്രവാചകൻ. നാം ഇവരെ 3 പേരെയും കൂടെ ചേർത്ത് സാത്താന്യ തൃത്വം എന്ന് മനസ്സിലാക്കി. സൈറ്റനിക് ട്രിനിറ്റി, സാത്താന്യ തൃത്വം. അതിൽ മഹാസർപ്പം അഥവാ പിശാച് മറ്റ് 2 പേരെയും തന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. തന്റെ ലക്ഷ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. കാരണം പിശാച് ആത്മരൂപിയാണ്. അവൻ സ്ഥൂല ശരീരസ്ഥനല്ല. നോട്ട് ഇൻ ഫിസിക്കൽ ബോഡി, നോട്ട് ഇൻ മെറ്റീരിയൽ ബോഡി. Since Satan is a spiritual being in the sense നമ്മൾ പറയുന്ന ആത്മീയൻ എന്നർത്ഥമല്ല കേട്ടോ. സ്ഥൂല ശരീരിയല്ല എന്നർത്ഥം, സൂക്ഷ്മ ശരീരിയാകയാണ്. Since he is a spiritual being, he cannot do everything as he wants on earth, and therefore he make uses of these 2 particular persons. One is a political leader and other one is a religious leader. സാത്താൻ ഒരു ആത്മരൂപിയായ സൂക്ഷ്മരൂപിയായ വ്യക്തിയായതുകൊണ്ട് ഈ ഭൗമ പ്രപഞ്ചത്തിൽ അവന് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയില്ല. അതുകൊണ്ട് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി 2 ഭൗതിക ശരീരങ്ങളുള്ള വ്യക്തികളെ അവൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നു. എതിർ ക്രിസ്തു അഥവാ കള്ളക്രിസ്തു, 2 കള്ളപ്രവാചകൻ. അതിൽ കള്ളക്രിസ്തു രാഷ്ട്രീയ നേതാവും കള്ളപ്രവാചകൻ മത നേതാവുമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെയും ഒരു മത നേതാവിനെയും കൂടെ സമന്വയിപ്പിച്ച് സാത്താൻ തന്റെ ലക്ഷ്യങ്ങൾ ഭൂവാസികളിൽ മേൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന മാരകമായ, ഭീകരമായ, ബീഭത്സമായ 3.5 കൊല്ലങ്ങളാണ് ഉള്ളത്. 42 മാസങ്ങൾ, 1260 ദിവസങ്ങൾ. അതാണ് നാം 13-ാം അധ്യായത്തിൽ കാണുന്നത്. അതിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെന്തെങ്കിലും സംശയങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ നമുക്കത് ഇപ്പോൾ ഉപസംഹരിച്ചിട്ട് 11 മുതൽക്കുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നുമില്ല എന്ന്, സംശയങ്ങളൊന്നുമില്ല എന്ന് മൗനത്തിൽ നിന്നും ഞാൻ ഗ്രഹിക്കട്ടെ.
എതിർ ക്രിസ്തു ഒരു വ്യക്തിയാണെന്നും അവനൊരു രാഷ്ട്രീയ അധികാരം കൈയാളുന്ന ആളായിരിക്കുമെന്നുമൊക്കെ ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായി. അവൻ അധികാരം കൈമാറുന്നത് യേശുക്രിസ്തുവിന് പണ്ട് അധികാരം കൊടുക്കാമെന്ന് പറഞ്ഞ സാത്താനാണ്. ക്രിസ്തുവിനോട് സാത്താൻ അക്കാര്യങ്ങള് അവകാശപ്പെട്ടിരുന്നു. എന്നെ നമസ്കരിച്ചാൽ ഞാൻ ഇതെല്ലാം നിനക്ക് തരാം. എന്നാൽ യേശു അവനെ നമസ്കരിക്കുവാൻ കൂട്ടാക്കിയില്ല. രസകരമായ കാര്യമല്ലേ? അതുകൊണ്ട് അവൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആരാണ് എന്നെ നമസ്കരിക്കുന്നത്? ഒരു ലോക ഭരണ നേതാവിനെ ഞാനൊന്ന് കണ്ടെത്തി ഇതെല്ലാം കൂടെ അവന് കൊടുക്കാം. അങ്ങനെ നൂറ്റാണ്ടുകൾ അല്ല സഹസ്രാബ്ദങ്ങൾ കാത്തിരുന്ന് കിട്ടിയ ഒരാളാണ് എതിർ ക്രിസ്തു. അവന് പിശാച് അവന്റെ അധികാരങ്ങളൊക്കെ കൂടെ കൊടുക്കുകയാണ്. ലോകത്തിന്റെ അധികാരങ്ങളിലും അതിന്റെ മഹത്വത്തിലും മതിമറന്നു പോയ എതിർ ക്രിസ്തു പിശാചിനെ കുമ്പിടുവാൻ ഒരുക്കമായി. അവന്റെ അധികാരത്തിന് കീഴ്പ്പെടുവാൻ അവൻ തയ്യാറായി. അതുകൊണ്ട് പിശാച് അവന് അവന്റെ വലിയ സിംഹാസനവും ശക്തിയും അധികാരവും കൈമാറുന്നു. അങ്ങനെ അവൻ ലോകഭരണം, ലോകത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം കൈയാളുകയാണ്. നമുക്കറിയാം, എല്ലാറ്റിനും മീതെയാണ് രാഷ്ട്രീയ ശക്തി. എല്ലാറ്റിനും മീതെ. കഴിഞ്ഞ ഒരു ദിവസം, 2-3 ദിവസം മുമ്പ് ഞാൻ പത്രത്തിൽ വായിച്ചു, രാജസ്ഥാനിൽ ഒരു കളക്ടർ, ഒരു IAS കാരി ഒരു രാഷ്ട്രീയ നേതാവിനെ ഏതാണ്ട് 10-12 സെക്കൻഡുകൾക്കകം 5 പ്രാവശ്യം കുമ്പിട്ടെന്ന് പേപ്പറിൽ വന്ന വാർത്തയാണ്. ഒരു IAS കാരിയാണ്. അപ്പൊ ഇതുപോലെ അധികാരത്തിന് വേണ്ടി, സ്വാധീനത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി ഒക്കെ ആരാരെയും കുമ്പിടാൻ തയ്യാറാവും. അങ്ങനെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അങ്ങനെ അവൻ രാഷ്ട്രീയ അധികാരത്തിന്റെ ഉത്തുംഗതകളിലേക്ക് കയറുന്നു. കയറിയിട്ട് അഹങ്കാരം തലയ്ക്ക് പിടിക്കുക. അതാണ് 5 മുതൽ നമ്മൾ വായിച്ചത്. അവൻ വമ്പു പറയുന്നു, ദൈവദൂഷണം പറയുന്നു, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തെ അപമാനിക്കുന്നു, സ്വർഗത്തിലെ കൂടാരത്തെ അവൻ അപമാനിക്കുന്നു, അതിന്റെ പ്രതീകമായി ഭൂമിയിൽ ഉള്ള ദേവാലയത്തെ അവൻ അശുദ്ധമാക്കുന്നു, യഹൂദന്റെ ദേവാലയത്തെ. സ്വർഗത്തിൽ വസിക്കുന്നവരെ, വിശുദ്ധന്മാരായിരുന്നവരെ പോലും അവൻ അപമാനിക്കുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ കണ്ടത് അങ്ങനെയുള്ള ഭീകരമായ ആ മഹാപീഡനത്തിന്റെ നടുവിൽ വിശുദ്ധന്മാരിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? സഹിഷ്ണുതയും വിശ്വാസവും. 2 കാര്യങ്ങൾ. വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസം അഥവാ പിസ്റ്റിസ്, വിശ്വസ്തതയും. അത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിൽ സംശയങ്ങളൊന്നുമില്ല എന്നാണ് നിങ്ങളുടെ മൗനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ നമുക്ക് 11 മുതൽക്കുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 11 മൊത്തമുണ്ട്. നമ്മൾ ഏതായാലും ഇപ്പോൾ എല്ലാം വായിക്കുന്നില്ല. 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 11 തൊട്ട് 14 വരെ. മറ്റൊരു മൃഗം
ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണെ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. സ്തോത്രം. ഇവിടെ മറ്റൊരു മൃഗം എവിടെ നിന്ന് കയറുന്നു? ഭൂമിയിൽ നിന്ന്. മറ്റൊരു മൃഗം എന്ന് പറയാൻ മുമ്പ് പറഞ്ഞ മൃഗം ആദ്യത്തേതാണ് എന്നർത്ഥത്തിലാണ്. അപ്പോൾ മറ്റൊരു മൃഗം എന്ന് വെച്ചാൽ എതിർ ക്രിസ്തുവിനെ കൂടാതെ ഒരാൾ എന്നർത്ഥമേ ഉള്ളൂ. സമുദ്രത്തിൽ നിന്ന് കയറുന്ന മൃഗം ആയ എതിർ ക്രിസ്തുവിനെ കൂടാതെ ഭൂമിയിൽ നിന്ന് മനുഷ്യരുടെ ഇടയിൽ നിന്ന് മനുഷ്യ സമുദായ കടലിൽ നിന്ന് ഒരു മൃഗം. അവന്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടോ? ഒന്ന്, അവൻ ഭൂമിയിൽ നിന്ന് കയറുന്നു. 2, എങ്ങനെ ഇരിക്കുന്നു? എന്തോ 2 horns like a lamb. യാ, കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്. പിന്നെ Spoke like a dragon. മഹാസർപ്പം അഥവാ പിശാച് സംസാരിക്കുന്നത് പോലെ സംസാരിക്കും. കൂടാതെ അവന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? Exercises all the authority of the first beast in its presence. യാ, അവിടെ നാം കാണുന്നു അവന്റെ വലിയ അധികാരങ്ങളൊക്കെ ആദ്യത്തെ മൃഗത്തിന്റെ മുമ്പിൽ കാണിച്ച് അവൻ അപ്രൂവൽ നേടുകയാണ്. അവനൊരു അംഗീകാരം ആദ്യം നേടുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നാണ്. അതിനവൻ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തുന്നു. So he is exercising his authority before the first beast. രണ്ടാമത് അവൻ ചെയ്യുന്നത് 12-ാം വാക്യത്തിൽ തന്നെയുണ്ട്. And makes the earth and its inhabitants worship the first beast. ഒന്നാമത്തെ മൃഗത്തെ അവൻ ആരാധിക്കുമാറാക്കുന്നു. He makes the people on earth to worship the first beast. മൂന്നാമത് അവൻ ചെയ്യുന്നതാണ് 13-ാം വാക്യത്തിൽ നാം കാണുന്നത്. എന്തൊക്കെയാ? Performs great signs. Yeah. Even making fire come down from heaven to earth in front of people. Yeah. അഞ്ചാമത്, And by the signs that it is allowed to work in the presence of the beast, it deceives those who dwell on earth, telling them to make an image for the beast. Yeah. 5 കാര്യങ്ങളായി അവന്റെ പ്രവർത്തനങ്ങൾ. ആറാമത്തേതാണ് 15-ാമത്തെ വാക്യത്തിൽ. And it was allowed to give breath to the image of the beast, so that the image of the beast might even speak and might cause those who would not worship the image of the beast to be slain. ഏഴാമത്തെ കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചു നിർത്തിയത്. He makes the non-worshippers to be slain.
7 കാര്യങ്ങൾ ചെയ്തു. എട്ടാമത് അതിനുവേണ്ടി മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്. 16 17 വാക്യങ്ങളിൽ implementing 666. Marks Yeah, mark of the beast. on the right hand and in their hearts. Yeah. ഒൻപതാമതൊരു കാര്യവും കൂടെ അവൻ ചെയ്യുന്നത്, he makes a particular law implemented that without this mark or the seal of the beast, no business is taken place. പ്രധാനമായും അവന്റെ 9 പ്രവർത്തനങ്ങളെ പറ്റി നാം ഇവിടെ കാണും. ഏതാണ്ട് 3 ഐഡന്റിറ്റി അവനെ പരിചയപ്പെടാൻ, അല്ലെങ്കിൽ അവന്റെ അടയാളമായി, അവന്റെ പ്രത്യേകതകളായി, അവന്റെ ആളത്വത്തിന്റെ പ്രത്യേകതകളായി 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. കരയിൽ നിന്നുള്ള മൃഗം, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കയറുന്ന മൃഗം. ഭൂമിയിൽ നിന്ന് കയറുന്ന മൃഗം. 2, കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുള്ള മൃഗം. 3, മഹാസർപ്പം പോലെ സംസാരിക്കുന്ന മൃഗം. These 3 are his identities. അവൻ കയറുന്നത് ഭൂമിയിൽ നിന്ന്, അല്ലെങ്കിൽ കരയിൽ നിന്ന്. 2, he is imitating. അവനും ഇവിടെ ആ കൊമ്പുകൾ കൊണ്ട് കുഞ്ഞാടിനെ അനുകരിക്കുകയാണ്. കുഞ്ഞാടിനെ അനുകരിക്കുന്നു. കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്. 3, അപ്പനായ മഹാസർപ്പത്തെ പോലെ അവൻ സംസാരിക്കുന്നു. പിന്നെയുള്ള 9 പ്രവൃത്തികളും നമ്മൾ കണ്ടു. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നമുക്ക് ഇത്രയും അവനെ ഒന്ന് പരിചയപ്പെടാനുള്ളതായല്ലോ. 9 3 12 കാര്യങ്ങളായി. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവന്റെ പ്രവർത്തികളിൽ ഏതാണ്ട് എല്ലാം തന്നെ ആർക്ക് വേണ്ടിയുള്ള പ്രവർത്തികളാണ്? മഹാസർപ്പത്തിനും 1ാമത്തെ മൃഗത്തിനും വേണ്ടിയുള്ളത്. അധികവും അവൻ ചെയ്യുന്ന പ്രവൃത്തികൾ ആർക്കായിട്ടാ? 1ാമത്തെ മൃഗത്തിന് വേണ്ടി. അപ്പോൾ അവൻ ചെയ്യുന്നത് മുഴുവനും 1ാമത്തെ മൃഗത്തെ നമസ്കരിപ്പിക്കുക എന്നുള്ളത്. ഭൂവാസികളെ അതിനു വേണ്ടി ചതിക്കുക, ഉപായപ്പെടുത്തുക, 1ാമത്തെ മൃഗത്തിന്റെ പ്രതിമയുണ്ടാക്കുക, 1ാമത്തെ മൃഗത്തെ വലുതായിട്ട് ചിത്രീകരിക്കുക, അല്ലെങ്കിൽ മഹത്വപ്പെടുത്തുക, അവനെ വശീകരിച്ച് ആരാധിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഭയപ്പെടുത്തി ആരാധിപ്പിക്കുക. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ 1ാമത്തെ മൃഗത്തെ ആരാധിക്കാത്തവരെ കൊന്നുകളയുക എന്നിങ്ങനെയുള്ള 9 കൂട്ടം കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. എല്ലാം തന്നെ എതിർ ക്രിസ്തുവിന് വേണ്ടിയാണ്, അവന്റെ മഹത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് അവന്റെ പ്രവർത്തികൾ വെച്ചുകൊണ്ട് നോക്കിയാൽ അവനെ നമുക്ക് ഒരു മത നേതാവ് എന്ന് കാണാം. ഒരു മത നേതാവ്. അവന്റെ ഈ 9 പ്രവർത്തികൾ വെച്ച് നോക്കിയാൽ, looking into his modus operandi, we can understand him as a religious leader. So Antichrist is a political ruler, and here the false prophet is a religious leader. 1ാമത്തെ മൃഗം രാഷ്ട്രീയ നേതൃത്വത്തെയും 2ാമത്തെ മൃഗമായ കള്ളപ്രവാചകൻ
മത നേതൃത്വത്തെയും കാണിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഭൂമിയിൽ നിന്ന് കയറുന്ന ഒരു മൃഗം, ഇവന്റെ പേരാണ് കള്ളപ്രവാചകൻ. ഹി ഈസ് കോൾഡ് ഫോൾസ് പ്രോഫറ്റ്. ഫോൾസ് പ്രോഫറ്റ് നമ്മൾ നേരത്തെ കണ്ടെങ്കിലും 19-ാമത്തെ അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം, 19:20. And the beast was taken, and with him the false prophet that wrought miracles before him, with which he deceived them that had received the mark of the beast, and them that worshipped his image. These both were cast alive into a lake of fire, burning with brimstone. Praise God. So here we have the name of this particular beast, called the false prophet. കള്ളപ്രവാചകൻ എന്ന പേര് നമുക്കിവിടെ കാണാൻ പറ്റും. കള്ളക്രിസ്തുവും കള്ളപ്രവാചകനും, രാഷ്ട്രീയ നേതൃത്വവും മത നേതൃത്വവും കൂടെ ക്രിസ്തുവിനെതിരായും ദൈവത്തിനെതിരായും ഒന്നിക്കുകയാണ്. 2-ാം സങ്കീർത്തനത്തിലെ ആദ്യ വാക്യങ്ങൾ വളരെ ഒക്കുന്നു. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ജാതികൾ കലഹിക്കുന്നു, ഭൂമിയിലെ രാജാക്കന്മാർ ആലോചിക്കുന്നു, ഒന്നിച്ചുകൂടുന്നു, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവരുടെ എല്ലാം ലക്ഷ്യം എന്താ? ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. നാം അവരുടെ യഹോവയുടെയും അഭിഷിക്തന്റെയും കയറുകളെ നമ്മുടെ മേൽ നിന്ന് എറിഞ്ഞു കളക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു പോവുക, ദൈവത്തിന്റെ പരിധിയിൽ നിന്ന് സ്വതന്ത്രരാവുക, ദൈവത്തിന്റെ അധികാരത്തിന്റെ കീഴ്പ്പെട്ടിരിക്കുവാൻ മനസ്സില്ലായ്മ. ഇവർക്കെല്ലാം സ്വാതന്ത്ര്യം വേണം. സത്യത്തിൽ ലോകം ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം വളരെ വികലമായ സ്വാതന്ത്ര്യമാണ്. Very perverted freedom is the freedom the world desires, a freedom from God. ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം. ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന്, ദൈവത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അതാണ് ഏറ്റവും ഭീകരമായ സ്വാതന്ത്ര്യം. ഓർക്കുക, to be truly free, one has to really be under the subjection of the Creator. As long as a person, a family, a society, a nation is under the Creator, he, she, whoever it be, can enjoy the true freedom. എപ്പോഴും ഓർക്കുക, സ്രഷ്ടാവായ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നിടത്തോളം കാലം മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം മനുഷ്യൻ അനുഭവിപ്പാൻ, ആസ്വദിപ്പാൻ കഴിയൂ. ദൈവത്തിൽ നിന്ന് സ്വതന്ത്രരാവാൻ ഒരിക്കലും നാം ആഗ്രഹിക്കരുത്. ഭൂമിയിലെ ജാതികൾക്കും രാജാക്കന്മാർക്കുമുള്ള ദോഷമാണിത്. അവർ ദൈവത്തിൽ നിന്ന് സ്വതന്ത്രരാകാൻ, ദൈവത്തിന്റെ കയറുകൾ എറിഞ്ഞുകളവാൻ, ദൈവത്തിന്റെ നുകത്തിൻ കീഴിൽ നിന്ന് മോചിതരാവാൻ ആഗ്രഹിക്കുന്നു. അതൊരിക്കലും സാധ്യവുമല്ല, സുരക്ഷിതവുമല്ല.
it's not even possible nor secure to be free from the Creator. സ്തോത്രം. നമുക്ക് ബൈബിളിൽ തന്നെ അറിയാമല്ലോ, മുടിയൻ പുത്രൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ പയ്യന്റെ കാര്യം. അപ്പനിൽ നിന്ന് സ്വതന്ത്രനാകുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ പുറപ്പെട്ടത്. പക്ഷേ അപ്പനിൽ നിന്ന് അവൻ സ്വതന്ത്രനായപ്പോഴേക്കും മറ്റെല്ലാറ്റിനും അവൻ അടിമയായിപ്പോയി. ദൈവത്തിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സ്വതന്ത്രരായിട്ട് പോകാമെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒന്ന് തോന്നാം. പക്ഷേ അപ്പോഴേക്കും മറ്റുള്ള എല്ലാറ്റിനും നാം അടിമകളായിരിക്കും. സ്തോത്രം. എൻ്റെ മകൻ എൻ്റെ സബ്ജക്ഷനിൽ, എൻ്റെ അധികാര പരിധിയിൽ, എൻ്റെ ഡിസിപ്ലിനിൽ നിൽക്കുന്നിടത്തോളം വേറെ ആർക്കും എൻ്റെ മകന്റെ മേൽ അധികാരം ഉണ്ടാവില്ല. എന്നാൽ എൻ്റെ ഡിസിപ്ലിനിങ് അപ്പൻ എന്ന നിലയിൽ എൻ്റെ അച്ചടക്ക നടപടികൾ ഇഷ്ടമല്ലാതെ എന്നിൽ നിന്നും അവൻ സ്വതന്ത്രനാകാൻ വേണമെങ്കിൽ വീട് വിട്ടിറങ്ങിപ്പോകാം. പക്ഷേ അതോടുകൂടെ മറ്റ് പലരും അവന്റെ മേൽ അധികാരം നടത്താൻ തുടങ്ങും. സ്തോത്രം. അപ്പോൾ ഇവിടെ നാം കാണുന്നു, മത നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും കൂടെ ഒരുമിച്ച് 2-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യഹോവയ്ക്കും അവന്റെ മശിഹായിക്കും എതിരായിട്ട് ഗൂഢാലോചനകൾ നടത്തുകയാണ്. എങ്ങനെയും ദൈവത്തിൽ നിന്ന് അവർക്ക് സ്വതന്ത്രരാകണം. രണ്ടുപേരും കൂടെ ഒരുമിച്ച. അതിന് കണ്ടെത്തിയ മാർഗമാണ് ദൈവാരാധനയെ എന്താണ് പറയുന്നത്, വഷളാക്കുക. ദൈവത്തെ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്നും മാറ്റുക. ദൈവത്തിനു പകരം മറ്റൊരുത്തനെ ആക്കുക, മറ്റെന്തിനെയെങ്കിലും ആക്കുക. അതിന് അവരൊരുമിച്ച് കൂടി ആലോചിച്ച് തീരുമാനിച്ചെത്തിയത് എതിർ ക്രിസ്തുവിനെ തന്നെ. അതിൽ സാത്താനും വിരോധമൊന്നുമില്ല. സാത്താനും വിരോധമില്ല. അങ്ങനെ അവർ ഒരുമിച്ച് എതിർ ക്രിസ്തുവിനെ വാഴിക്കാൻ പോവുക. അവനും ഇഷ്ടമായി. അങ്ങനെ ഇവർ 3 പേരും കൂടെ ദൈവാരാധനയ്ക്ക് പകരം ബിംബാരാധനയും മനുഷ്യാരാധനയും സാത്താന്യ ആരാധനയും കൊണ്ടുവരികയാണ്. അപ്പോൾ അവനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ആദ്യത്തേത്. ഭൂമിയിൽ നിന്ന് കയറുന്ന, മനുഷ്യ സമുദായ കടലിൽ നിന്ന് കയറുന്ന ഒരു മതനേതാവ്. കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ കുഞ്ഞാട് എന്ന് വിളിക്കപ്പെടുന്നത് ക്രിസ്തുവാണ്. എന്നാൽ ക്രിസ്തു എന്ന കുഞ്ഞാടിന് എത്ര കൊമ്പുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്? ഓർമ്മയുണ്ടോ? അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കണ്ടായിരുന്നു. 5-ന്റെ 6-ാമത്തെ വാക്യത്തിൽ ഏഴ് കൊമ്പ്. ദൈവകുഞ്ഞാടായ ക്രിസ്തുവിന് 7 കൊമ്പ്. കൊമ്പ് എന്തിനെ കാണിക്കുന്നതാണെന്ന് ഓർമ്മ കാണുമായിരിക്കുമല്ലോ. representation of the horns.
രാജാക്കന്മാർ. അല്ല, കുഞ്ഞാടിന്റെ കൊമ്പ്. മറ്റ് 10 കൊമ്പൊക്കെ നമ്മൾ കണ്ടത് രാജാക്കന്മാരെ കുറിച്ചും ഒക്കെയാണ്. അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും ഉള്ളത്. കുഞ്ഞാടിന്റെ കൊമ്പുകൾ അധികാരത്തെ കാണിക്കുന്നു. അധികാരത്തെ കാണിക്കുന്നു. റോയൽ അതോറിറ്റി. ഇവിടെ 2 കൊമ്പ്. എന്നാൽ കുഞ്ഞാടിന്, ദൈവകുഞ്ഞാടിന് 7 കൊമ്പ്. 7 ഡിവൈൻ പെർഫെക്ഷൻ, ദൈവിക പൂർണ്ണതയെ കാണിക്കുന്നു. അപ്പോൾ ദൈവകുഞ്ഞാടായ ക്രിസ്തുയേശുവിന്റെ 7 കൊമ്പുകൾ യേശുക്രിസ്തുവിന്റെ സമ്പൂർണ്ണ അധികാരത്തെ, പരമാധികാരത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ കള്ളപ്രവാചകന് ഉള്ള 2 കൊമ്പുകൾ കുഞ്ഞാടിനെ ഒരുപക്ഷെ അനുകരിക്കുന്നതാകാം, ക്രിസ്തുവിനെ പോലെ അവനൊന്ന് ചമയുന്നതാകാം. പക്ഷെ കൊമ്പ് 2 ഉള്ളൂ എന്ന് വെച്ചാൽ അധികാരമുണ്ട്, പക്ഷെ പരിമിതമാണത്രേ. ആ 2 കൊമ്പുകൾ അധികാരത്തെ കാണിക്കുന്നു, പരിമിതമായത്, ലിമിറ്റഡ്, നോട്ട് ടു ഡിവൈൻ പെർഫെക്ഷൻ. ദൈവത്തോടോ ദൈവീകമായതിനോടോ തുല്യം എത്താത്ത, തുല്യം ആകാത്ത അധികാരത്തെയാണ് നാം ഇവിടെ കാണുന്നത്. 2 കൊമ്പുകൾ. അത് മഹാസർപ്പം പോലെ സംസാരിച്ചു. സാത്താൻ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു. എന്നാൽ സാത്താൻ ഇവരിൽ 2 പേരിലും കയറിക്കൂടിയിരിക്കുമ്പോൾ, സാത്താന്റെ പ്രതിനിധികളായി ഇവർ 2 പേരും നിൽക്കുമ്പോൾ, ആ അഹങ്കാരത്തോടെ, തന്നിഷ്ടത്തോടെ, ദൈവനിഷേധത്തോടെ, ക്രൂരതയോടെ അവർക്കിടപെടാൻ, സംസാരിക്കാൻ കഴിയുന്നു. Because the devil entered into these 2 people and they are now representing the devil, and therefore they speak, especially this religious leader. He speaks like the dragon, blasphemously, proudly, with cruelty, with no compassion. Wrathfully, furiously. കാരണം മഹാകോപത്തോടെയാണ് മഹാസർപ്പം ഇറങ്ങി വന്നിരിക്കുന്നത്. നമ്മൾ 12-ാം അധ്യായത്തിൽ കണ്ടു. ആ കോപത്തോടെ, ഇറിറ്റേറ്റഡായി, ഭയങ്കര ദേഷ്യത്തോടെ, ക്രൂരതയോടെ, നിർദ്ദയതയോടെ മനുഷ്യരോട് ഇടപെടുന്ന ഒരു ഇടപെടലാണ്. അതാണ് മഹാസർപ്പം എന്ന പോലെ. ആ മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചതാണ് താഴെ അവന്റെ പ്രവർത്തികളിൽ വെളിപ്പെട്ടു വരുന്നത്. അവൻ ആദ്യത്തെ മൃഗത്തിന് പ്രതിമയുണ്ടാക്കുന്നു. എല്ലാവരും ആ പ്രതിമയെ കുമ്പിടണമെന്ന് മഹാസർപ്പം പോലെ അവൻ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുകയാണ്. രാഷ്ട്ര നേതാക്കളും മതനേതാക്കളുമൊക്കെ പലപ്പോഴും എന്താ പറയുന്നത്? കൽപ്പന പുറപ്പെടുവിക്കുന്നു എന്നല്ലേ. ഇന്നും നമ്മുടെയൊക്കെ സാമുദായിക സഭകളിൽ, ഞാൻ മർത്തോമയിലായിരുന്നല്ലോ, മർത്തോമ സഭയിലും മേലധ്യക്ഷന്മാരുടെ കത്തുകൾ വരുമ്പോൾ
കൽപ്പന വായിക്കുക എന്നാണ് അവിടെ പറയുമായിരുന്നത്. ഇംഗ്ലീഷിൽ കമാൻഡ്മെന്റ് തന്നെയാണെന്ന് അതിന്റെ ചിന്ത. മലയാളത്തിൽ വായിച്ചേ ഞാൻ കേട്ടിട്ടുള്ളൂ. കൽപ്പന പുറപ്പെടുവിക്കും. അപ്പൊ ഇവിടെ ഈ മത നേതാവ് ഇന്നത്തെ പല മതങ്ങളിലെയും നേതാക്കന്മാരെ പോലെ തങ്ങളുടെ കീഴിലുള്ള ജനത്തെ നിയന്ത്രിച്ച് നിർത്തുകയാണ്. അവർക്ക് വേണ്ട കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. മഹാസർപ്പം കൽപ്പിക്കുന്നത് പോലെ കൽപ്പിക്കുന്നു. ഇന്ന് ലോകത്തിലുള്ള മതങ്ങളിൽ മത നേതാക്കന്മാർ പറയുന്നത് പോലെ മതവിശ്വാസികൾ ചെയ്യുന്ന മതങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. പെന്തക്കോസ്തിലെ ഒരു നേതാവ് അണികളോട് പറയുകയാണ്, നമ്മുടെ സഭയിലെ എല്ലാവരും ഇന്നയാളിന് അല്ലെങ്കിൽ ഇന്ന ചിഹ്നത്തിന് വോട്ട് കുത്തണമെന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് കേൾക്കുമോ? എനിക്ക് തോന്നുന്നില്ല, കേൾക്കത്തില്ല, കേൾക്കില്ല. എല്ലാവരും സ്തോത്രകാഴ്ചയ്ക്ക് മുമ്പ് പേഴ്സുകൾ എടുക്കുക. പേഴ്സിലെ ഏറ്റവും വലിയ ഗാന്ധിയെ പുറത്തെടുക്കുക. ഏറ്റവും വലുത്. എന്നിട്ട് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുക, വിത്ത് വിതറാൻ പോവുക. എത്ര പേർ ഏറ്റവും വലിയ നോട്ട് എടുക്കും? പെന്തക്കോസ്ത് സഭയിലാണെങ്കിൽ എടുക്കുന്ന പാവങ്ങളുണ്ട്. എന്നാലും ഒരു 50% പോലും എടുക്കത്തില്ല. അതേസമയം ലോകത്തിലെ ചില മതങ്ങളുണ്ട്, അവരുടെ നേതാക്കന്മാർ എന്തു പറയുന്നു അതുപോലെ ചെയ്യുന്നവർ. ചുരുക്കം ഒരു മൈനോറിറ്റി, ഒരു ചെറിയ ശതമാനം അവർ പറയുന്നത് കേൾക്കാതിരിക്കും. ബാക്കി ഒരു ഭൂരിപക്ഷവും അവരുടെ മത നേതാക്കന്മാർ പറയുന്നത് അതുപോലെ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള മതങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. പ്രധാനമായും എൻ്റെ നോട്ടത്തിൽ 2 മതങ്ങളാണ് നേതാക്കന്മാരുടെ ചൊൽപ്പടിക്ക് ചലിക്കുന്നവർ. ഒന്ന് കത്തോലിക്ക മതമാണ്, മറ്റൊന്ന് ഇസ്ലാം മതമാണ്. അവരുടെ നേതാക്കൾ എന്തു പറയുന്നു അതുപോലെ ചെയ്യുന്നത്. അതുപോലെയുള്ള ഒരു മത നേതാവായിരിക്കണം ഈ കള്ളപ്രവാചകൻ. അവന്റെ മതത്തിന്റെ കാരണം കർത്താവ് വന്നു, സഭ പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഉണ്ടാവുന്നത് ഒരു വ്യാജ മതമാണ്, ഒരു വ്യാജ സഭ. A false religion will be emerging after the rapture of the church. That may be an ecumenical religion. All will be united together, because during the time of Antichrist there will be one world order, religiously, economically, socially, whatever you can add, you can. എതിർക്രിസ്തുവിന്റെ ഭരണം ഏക ലോക വ്യവസ്ഥയിലായിരിക്കും. അത് മതത്തിന്റെ കാര്യത്തിലും രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും സാമ്പത്തികത്തിന്റെ കാര്യത്തിലും എല്ലാം. ഏക ലോക നിയമം, വൺ വേൾഡ് ഓർഡർ, ഒറ്റ മതം, പല ദൈവങ്ങളൊന്നുമില്ല. ഒരു മതത്തെയും കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന നിലയിലേക്ക് വന്നാണ് ഇതുവരെയുള്ള എല്ലാ മതങ്ങളും മാറിക്കുക ഒരു പുതിയ മതം, എതിർ ക്രിസ്തുവിന്റെ മതം.
ഇനി ഇവനെ ആരാധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോക മത നേതാവായിട്ടാണ് ഇവൻ വരുന്നത്. അതാണ് ഈ 3 കാര്യങ്ങൾ പറഞ്ഞത്. ലോക ജനസമുദായത്തിനിടയിൽ നിന്ന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുകൾ അഥവാ 2 അല്ലെങ്കിൽ പരിമിതമായ അധികാരമുള്ളവനായി, മഹാസർപ്പം സംസാരിക്കുന്നത് പോലെ ക്രൂരതയോടെ അധികാരത്തോടെ കൽപ്പന പുറപ്പെടുവിക്കുന്നവനായി ഇവൻ വെളിപ്പെട്ടു വരികയാണ്. ഇവനെ കള്ളപ്രവാചകൻ എന്ന് വിളിക്കുന്നു. കള്ളപ്രവാചകൻ. ഇവന്റെ ഇതര പ്രവൃത്തികളിലേക്ക് നാം പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യവും കൂടെ ഇവിടെ നിന്നും മനസ്സിലാക്കുവാനായിട്ടുണ്ട്. അതായത് ഇവൻ കള്ളപ്രവാചകൻ എന്ന നിലയിൽ ഉണ്ട്. പ്രവാചകൻ എന്ന പദം തന്നെ വന്നത് മതവുമായി ബന്ധപ്പെട്ടാണല്ലോ. അതുകൊണ്ട് ഇവനെ മതനേതാവ് എന്ന് പരിഗണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവൻ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നതും. പേരും കള്ളപ്രവാചകൻ. കള്ളപ്രവാചകൻ. 16-13 വാക്യം, 16:13. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെ പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നു ഞാൻ കണ്ടു. ഇവിടെയും നമുക്ക് സാത്താന്യ തൃത്വത്തെ ഒരുമിച്ച് കാണാം. ഇവിടെയും ഇവന്റെ പേര് കള്ളപ്രവാചകൻ. ഇനിയും 20-ാം അധ്യായത്തിന്റെ 13 വാക്യം, 20:13, 20:10, 20:10. അവരെ വഞ്ചിച്ച പിശാചെന്ന മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഇവിടെയും 3 പേരും കൂടെ കാണാം. അപ്പം ഭൂമിയിൽ ഇവർ 3 പേരും കൂടെ ഭരണം 3.5 കൊല്ലം നടത്തുന്നതാണ് 13-ാം അധ്യായത്തിൽ. 3 പേരും കൂടെ ഒരുമിച്ച് ഭൂവാസികളെ ദണ്ഡിപ്പിക്കുന്നതാണ് 16-ാം അധ്യായം. 3 പേരും കൂടെ ഒരുമിച്ച് നരകത്തിൽ കിടക്കുന്നതാണ് 20:10. ഇങ്ങനെ ഈ 4 ഭാഗങ്ങളിൽ 13, പ്രത്യേകിച്ച് 16-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും 20-ാം അധ്യായത്തിലും ഈ 3 ഭാഗങ്ങളിലായിട്ട് ഇവനെ കള്ളപ്രവാചകൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. കള്ളപ്രവാചകൻ. അവന്റെ പേര് കൊണ്ട് തന്നെ അവൻ മതാധ്യക്ഷനാണെന്നും അവന്റെ പ്രവൃത്തി കൊണ്ട് അതങ്ങനെ തന്നെയാണ് എന്നുള്ള തെളിവും നമുക്ക് ലഭിക്കുന്നു. അവനൊരു യഹൂദനായിരിക്കുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, he will be the head of the apostate church. He will be the head of the false world religion. വ്യാജ ലോക മതത്തിന്റെ അധ്യക്ഷനായിരിക്കും അവൻ. അവൻ പിന്മാറിയ അല്ലെങ്കിൽ വഷളായിപ്പോയ വ്യാജ സഭയുടെ അധ്യക്ഷനായിരിക്കും. സാത്താന്യ തൃത്വം എന്ന നിലയിൽ നമ്മൾ കണ്ടു, പിതാവായ ദൈവത്തിന്റെ കൗണ്ടർ പാർട്ടായി, പിതാവായ ദൈവത്തിന്റെ ഒരു പ്രതിരൂപമായി സാത്താന്യ തൃത്വത്തിൽ നിൽക്കുന്നത് മഹാസർപ്പമാണ്. യേശുക്രിസ്തുവിന്റെ പ്രതിരൂപമായി വ്യാജനായ കള്ളക്രിസ്തുവാണ്. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ പകരക്കാരനായി സാത്താന്യ തൃത്വത്തിൽ നിൽക്കുന്നയാളാണ് ഈ മൃഗം അഥവാ കള്ളപ്രവാചകൻ. ഒരു ചെറിയ താരതമ്യം. പരിശുദ്ധാത്മാവിനെ നമ്മൾ പൊതുവെ തൃത്വത്തിൽ 3-ാമൻ എന്ന് വിളിക്കുന്നു.
അതുപോലെ ഇപ്പോൾ ആ ഓർഡർ കണ്ടില്ലേ 16:13 ആ പേരുകളുടെ ക്രമം വെച്ച് നോക്കിയാൽ മൂന്നാമത് പേര് പറഞ്ഞിരിക്കുന്നത് കള്ളപ്രവാചകൻ. False prophet. ഫോൾസ് പ്രോഫറ്റ്. 2, പരിശുദ്ധാത്മാവ് മനുഷ്യരെ സകല സത്യത്തിലും നടത്തുന്നു. ഇപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ കൗണ്ടർ പാർട്ടായി പരിശുദ്ധാത്മാവിന്റെ പകരക്കാരൻ എന്നതുപോലെ സാത്താന്യ തൃത്വത്തിൽ നിൽക്കുന്ന എതിർക്രിസ്തുവിനെയും കൂടെ ഒന്ന് താരതമ്യം ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ കണ്ടത്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ തൃത്വത്തിൽ മൂന്നാമൻ എന്ന് വിളിക്കപ്പെടുന്നു. അതുപോലെ കള്ളപ്രവാചകൻ സാത്താന്യ തൃത്വത്തിലെ മൂന്നാമനായി പറയപ്പെട്ടിരിക്കുന്നു. 16:13 16:13 നമ്മൾ കണ്ടു. 2, ജോൺ 16:13 യോഹന്നാൻ 16:13 പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്തും. The Holy Spirit will lead men to all truths as per John 16:13. എന്നാൽ നേരെ പകരം ഇവൻ എന്താ ചെയ്യുന്നത്? നേരെ എതിരായിട്ട് വിപരീതമായിട്ട് 13:11-14 നമ്മൾ കണ്ടു. 13 Revelation 13:11 and 14. അവിടെ എന്താവും ചെയ്യുന്നത്? ജനത്തെ Deceives those who dwell on earth. he deceives. ജനത്തെ അവൻ വഞ്ചിക്കുന്നു. Leading people astray from true God and truth of God. ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ സത്യങ്ങളിൽ നിന്നും മനുഷ്യരെ ഇവൻ വഞ്ചിച്ച് ഉപായത്തിലൂടെ അപായപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ നേരെ വിപരീതമായ പ്രവൃത്തി. 3, again John 16:13 യോഹന്നാൻ 16:13 the Holy Spirit glorifies Christ Jesus. പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. നേരെ വിപരീതം വെളിപ്പാട് 13:12 13:12 റെവലേഷൻ. കള്ളപ്രവാചകൻ എന്ത് ചെയ്യുന്നു? It exercises all the authority of the first beast in its presence and makes the earth and its inhabitants worship the first beast. That means just opposite of what the Holy Spirit does for Christ Jesus. That now the false prophet glorifying the Antichrist, he makes people to worship the first beast. പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിൻ എന്നതുപോലെ കള്ളപ്രവാചകൻ കള്ളക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നു. 4, the Holy Spirit came from above, from the heaven. Acts 2:3. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 2:3 ഒത്തിരി ഭാഗങ്ങളുണ്ട്. 1:4-5 അപ്പോസ്തല പ്രവൃത്തികൾ 1:4-5 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വരും, ദൈവത്തിൽ നിന്ന് വരുന്നു. പക്ഷേ ഇവൻ എവിടെ നിന്നുള്ളവനാ? Rising from the earth. From the earth. ഭൂമിയിൽ നിന്ന്. വൈപരീത്യങ്ങൾ കണ്ടോ? ഓപ്പോസിറ്റ്സ്, പാരഡോക്സസ്. 13:11 മുതൽ നാം അത് കാണുന്നുണ്ട്. അടുത്തത്, the Holy Spirit is
life-giving spirit. He is called the Spirit life-giving. Romans 8 verse 2. The Holy Spirit gives life. Also, he is called the Spirit of resurrection. പുനരുത്ഥാനത്തിന്റെ ആത്മാവ് എന്നും വിളിക്കപ്പെടുന്നു. അതേപോലെ വ്യാജമായി എതിർക്രിസ്തു എന്താ ചെയ്യുന്നേ? He puts life in the image of the first beast. ആദ്യത്തെ മൃഗത്തിന്റെ ബിംബത്തിന് അവൻ ആത്മാവിനെ അല്ലെങ്കിൽ ജീവനെ കൊടുക്കുന്നു. ഓക്കെ, ആറാമതൊരു കാര്യം അല്ലേ? ആറാമത്തേത്, the Holy Spirit seals the saints for the day of redemption. പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാരെ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ട് സൂക്ഷിക്കുന്നു. ആത്മാവിന്റെ മുദ്രയാണ് വീണ്ടെടുപ്പിൻ നാളിനായി നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്. എതിർക്രിസ്തു കള്ളപ്രവാചകൻ എന്താ ചെയ്യുന്നേ? മൃഗത്തിന്റെ മുദ്ര ജനത്തിന്റെ മേൽ കൊടുക്കും. 666 എന്ന മുദ്ര. This false prophet tries to spread the seal of the beast, whereas the Holy Spirit is the seal of redemption for us. നമുക്ക് വീണ്ടെടുപ്പിന്റെ മുദ്രയാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധന്മാരെ ദൈവം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് സൂക്ഷിക്കുന്നു. എന്നാൽ കള്ളപ്രവാചകനോ അവൻ മൃഗത്തിന്റെ മുദ്ര ജനത്തിന് പതിച്ച് ദൈവത്തിൽ നിന്നും അകറ്റിക്കളയും. See the counterpart. പരിശുദ്ധാത്മാവിന്റെ വിപരീത ദിശയിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അനുകരിക്കുവാൻ വേണ്ടി സാത്താന്യ രീതിയിൽ പരിശ്രമിക്കുന്ന കള്ളപ്രവാചകൻ. വീണ്ടും ഓർപ്പിക്കട്ടെ, ഇവയെല്ലാം ആരെ മാത്രമേ ബാധിക്കുകയുള്ളൂ? Only the inhabitants of the world after the rapture of the church. Not all the inhabitants. But The one who's not sealed. Or the book of ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവരെ മാത്രമേ ഇതെല്ലാം ബാധിക്കുകയുള്ളൂ. Whose names are not found in the book of the Lamb. അപ്പോൾ അന്നും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന യഹൂദന്മാരിൽ നിന്നും യവനന്മാരിൽ നിന്നുമുള്ള വിശുദ്ധന്മാർക്ക് ജീവൻ കൊടുക്കേണ്ടി വരുമെങ്കിലും ഇതിനാൽ ഒന്നിനാലും അവർ സ്വാധീനിക്കപ്പെടുകയില്ല. സ്തോത്രം. അവർ സ്വാധീനിക്കപ്പെടുകയില്ല. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും കൂടുതൽ വിശദീകരണം? സ്തോത്രം. ഓക്കെ, മറ്റൊന്നും ഇല്ല എങ്കിൽ ഓക്കെ, താങ്ക് യു ആൻറ്റി. നമുക്ക്
ഇവന്റെ പ്രവർത്തനങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത്. The works of this false prophet. അതിൽ ഏറ്റവും ആദ്യം അവൻ ചെയ്യുന്നത്, he exercises all his authority. He exercises all his authority before the first beast. ഒന്നാമത്തെ മൃഗത്തിന്റെ മുമ്പിൽ തന്റെ അധികാരമെല്ലാം എടുത്തു കാണിക്കും. എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഒരു ഇന്റർവ്യൂവിന് പോലെ, ഒരു പേഴ്സണൽ ഇന്റർവ്യൂ പോലെ ഒരുപക്ഷെ പലരും വന്നിട്ടുണ്ടാകാം. ഒന്നിലധികം പേരെ ഇന്റർവ്യൂവിന് ക്ഷണിച്ചിട്ടുണ്ടാവാം. ഇവനായിരിക്കും പക്ഷേ ഏറ്റവും ബെസ്റ്റ് പെർഫോമറായിട്ട് വന്നത്. ഏറ്റവും നന്നായിട്ട് ഒന്നാമത്തെ മൃഗത്തിന്റെ ഇഷ്ടമൊക്കെ നിവർത്തിച്ച് ഇന്റർവ്യൂവിൽ ഒന്നാമനായത് ഇവനാകാം എന്ന് ഞാൻ അനുമാനിക്കുക. അതാണ് അവിടെ പറയുന്നത്. എന്താ അത്? ഒന്നാമത്തെ മൃഗത്തിന് മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി. ഒന്നാമത്തെ മൃഗം രാഷ്ട്രീയ അധികാരം, അവരുടെ ലക്ഷ്യം നിവർത്തിക്കാനായിട്ട് ടെൻഡർ വിളിച്ചു കാണും. പലരും അപേക്ഷ നൽകി കാണാം. എങ്ങനെയൊക്കെയാ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുത്തതിൽ ഇവനായിരിക്കാം ഏറ്റവും മുൻപന്തിയിൽ വന്നത്. അങ്ങനെ ഏതായാലും അവൻ ആ സ്ഥാനം കിട്ടിയെന്ന് അവിടെ നിന്നും മനസ്സിലാക്കും. അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുണ്ടല്ലോ. ഈവൻ ചില സഭകളുടെ പോലും ഇലക്ഷൻ നടക്കുമ്പോൾ, സഭകളിൽ പോലും ഇലക്ഷൻസ് നടക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭാ സംഘടനകളിൽ ഒന്നിലധികം പേര് മത്സര രംഗത്തുണ്ടെങ്കിൽ ഓരോരുത്തരും പറയും, രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ ഞാൻ എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ജനക്ഷേമപരമായ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഒരു ഹയർ അതോറിറ്റി, ഒരു മേലധികാരി ഉണ്ടെങ്കിൽ അദ്ദേഹത്തോടും പറയും, അദ്ദേഹത്തിന് അനുകൂലമായിട്ട് എന്റെ ഭരണകാലത്ത് എന്തൊക്കെ ഞാൻ നടപ്പിലാക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലേ പറ്റൂ. ഈവൻ ഞങ്ങളുടെ ഇവിടെ തന്നെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇലക്ഷൻ നടക്കാൻ നേരം മേലധികാരികളായ വ്യക്തികൾ വന്നിട്ട് പറഞ്ഞത്, വോട്ട് ഒരാൾക്ക് കൂടുതൽ കിട്ടി എന്നതുകൊണ്ട് അദ്ദേഹത്തെ ഈ സ്ഥാനത്തേക്ക്, അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയമിക്കുമെന്നില്ല. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവരെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യും, എന്നിട്ട് അതിൽ പാസ്സാകുന്നവരെ മാത്രമേ ഞങ്ങൾ നിയമിക്കൂ. അപ്പൊ മേലധികാരികളെയും എന്ത് വേണം, തങ്ങളുടെ കഴിവുകൊണ്ടല്ല ഇന്ന പോലൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് സ്വാധീനിക്കാൻ കഴിയണം. ഇവിടെ ഇവൻ അതാണ് ചെയ്തത്. അങ്ങനെ അവന്റെ അധികാരമൊക്കെ ഈ രാഷ്ട്രീയ നേതാവായ എതിർക്രിസ്തുവിന്റെ മുമ്പിൽ നടത്തി അവന്റെ അപ്രൂവൽ, അറ്റസ്റ്റേഷൻ, കൊള്ളാം, നിനക്ക് പറ്റും എന്ന ഒരു അംഗീകാരം നേടിക്കൊണ്ട് അവന്റെ പ്രവർത്തനം തുടങ്ങുകയാണ് ഇവിടെ. അതാണ് നാം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നതിന്റെ ആദ്യ ഭാഗം. സ്തോത്രം. ഇത്രയും കൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ നിർത്തുവാൻ നിർബന്ധിതനാകുന്നു. ബാക്കി കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ 8 മണി മുതൽ 9:30 വരെയുള്ള സമയത്ത് ചിന്തിക്കാം. സ്തോത്രം. നമ്മെ തന്നെ നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് തിരുവചനം നിറവേറുന്നതിൽ സന്തോഷിച്ച് നമുക്ക് മുൻപോട്ട് പോകാം.
ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.